അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്ലസ് ടു ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2018, 2019, 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ടു ഓണം എക്സാമിന് മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ചാപ്റ്ററിനും മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാട്ടോ, നോക്കൂ. When I would get tired of playing, I would sit next to him and observe the pupil he was speaking to and listens to their conversation. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗത്തില് ഹൊറിഗല്ലു എന്നുള്ളതിലെ ഒരു പാഠഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പാഠത്തിൽ ചെറിയൊരു പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് താഴെയുള്ള ഒന്നും രണ്ടും ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഹൊറിഗല്ലൂലെയാണെന്ന്. വെൻ ഐ വുഡ് ഗെറ്റ് ടയേർഡ് ഓഫ് പ്ലേയിങ്. അപ്പൊ ആരാ പറയുന്നത്? നമ്മുടെ അനക്ഡോട്ട് ആരുടെ? സുധാമൂർത്തിയുടെ അല്ലേ. അപ്പൊ സുധാമൂർത്തി പറയാണ്, വെൻ ഐ വുഡ് ഗെറ്റ് ടയേർഡ് ഓഫ് പ്ലേയിങ്, എപ്പോഴാണോ എനിക്ക് കളിച്ച് മടുക്കുന്നത്, ഐ വുഡ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം. ആരുടെ കൂടെ ഇരിക്കുന്നത്? ഐ വുഡ് സിറ്റ്, എനിക്ക് കളിച്ച് മടുക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ, അവൻ എന്ന് പറയുന്നത് ഇവിടെ ആരാ? അദ്ദേഹമാണ്, ഗ്രാൻഡ് ഫാദർ ആട്ടോ. ആൻഡ് ഒബ്സർവ് ദ പീപ്പിൾ ഹി വാസ് സ്പീക്കിംഗ് ആൻഡ് ലിസൺസ് ടു ദിയർ കോൺവെർസേഷൻ. അപ്പോ എപ്പോഴാണ് തനിക്ക് കളിച്ചു മടുക്കുന്നത്, അപ്പൊ തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പോയിട്ട് ഗ്രാൻഡ് ഫാദർ അതിലൂടെ പോകുന്ന ട്രാവലേഴ്സ് ഹൊറിഗല്ലൂല് റെസ്റ്റ് ചെയ്യല്ലോ. അങ്ങനെ പോകുന്ന ട്രാവലേഴ്സിന്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ അവള് പോയിരിക്കും. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാഠഭാഗം. എന്താണ്? കളിച്ചു മടുക്കുമ്പോൾ സുധാമൂർത്തി അവളുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പോയിരിക്കും. ഗ്രാൻഡ് ഫാദർ ആ ടൈമില് മറ്റുള്ളവരുടെ കോൺവെർസേഷൻ, മറ്റുള്ള ആളുകളുടെ കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കുമായിരിക്കും. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോർഷൻ. ഇനി ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഹു ആർ ദ ഐ ആൻഡ് ഹി മെൻഷൻഡ് ഹിയർ. ഇവിടെ ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാ, അതുപോലെ തന്നെ ഹി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാ അല്ലേ? ഫസ്റ്റ് നമ്മൾ കണ്ടു വെൻ ഐ, അതുപോലെ പീപ്പിൾ ഹി വാസ്. അപ്പൊ ഇതിലെ ഐയും ഹിയും ആരാന്നാണ് നമ്മുടെ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ. എന്താണ്? ഐ ആൻഡ് ഹി. ഹു ആർ ദ ഐ ആൻഡ് ഹി മെൻഷൻഡ് ഹിയർ. ആരവിടെ ഐയും ഹിയും? സുധാമൂർത്തി ആൻഡ് ഹെർ ഗ്രാൻഡ് ഫാദർ. സുധാമൂർത്തിയും അവളുടെ ഗ്രാൻഡ് ഫാദറുമാണ് ഇവിടെ ഐ എന്ന് പറയുന്നത് ആരാ? സുധാമൂർത്തിയാണല്ലോ ഇതിലെ മെയിൻ ക്യാരക്ടർ. അവളാണ് ഐയും. ഹെർ ഗ്രാൻഡ് ഫാദർ, സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ആണ് ഇവിടെ ഹിയും. ഹി എന്ന് അവൾ ഇവിടെ മെൻഷൻ ചെയ്തിരുന്നത് ഗ്രാൻഡ് ഫാദറിനെയാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട്സ് ദെയർ കോൺവെർസേഷൻ അബൌട്ട്. ഇതിൽ പറയുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് സംസാരിക്കുന്നു. എന്തായിരിക്കും ഗ്രാൻഡ് ഫാദറും അവരും തമ്മിലുള്ള കോൺവെർസേഷൻ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പാഠഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്, ഹൊറിഗല്ലൂല് സുധാമൂർത്തി അവളുടെ ലൈഫ് എക്സ്പീരിയൻസ്, അവളും അവളുടെ ചൈൽഡ്ഹുഡും എത്രമാത്രം ആ ഹൊറിഗല്ലു ആയിട്ട് കണക്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നിടത്തല്ലേ നമ്മുടെ ആനക്ഡോട്ട് ഉള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല്, ഒരുപാട് പേര് ട്രാവലേഴ്സ് റെസ്റ്റ് എടുത്തു, ഹൊറിഗല്ലൂല് വന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അവരവരുടെ ഇമോഷണലും ഫിസിക്കലും ആയിട്ടുള്ള ബേർഡൻ ഹൊറിഗല്ലൂലും അവളുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തും ഷെയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് അവിടെ ഇറക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയായിരിക്കും ഈ ട്രാവലേഴ്സും ഗ്രാൻഡ് ഫാദേഴ്സും തമ്മിലുള്ള കോൺവെർസേഷൻ? ഈ ട്രാവലേഴ്സ് ഒരുപാട് നേരം ഗ്രാൻഡ് ഫാദറിനോട് സംസാരിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോ ആ ഗ്രാൻഡ് ഫാദറും ട്രാവലേഴ്സും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഗ്രാൻഡ് ഫാദറും ആ ട്രാവലേഴ്സും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സും ആ പീപ്പിളും എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? സോറി, ഗ്രാൻഡ് ഫാദേഴ്സ് അല്ല കേട്ടോ, ഗ്രാൻഡ് ഫാദറും ആ പീപ്പിളും എന്താണ് സംസാരിച്ചിട്ടുണ്ടാവുക? അബൌട്ട് ലൈഫ് പ്രോബ്ലംസ് ആൻഡ് ഡെയിലി ലീവ്സ് അല്ലെ. ആൻസർ എന്താ? അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയും നിത്യജീവിതത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഗ്രാൻഡ് ഫാദറും
അതിൽ പോകുന്ന ട്രാവലേഴ്സും സംസാരിക്കാറില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൊറിഗല്ലു എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഐ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറിനെയാണ് ഹി എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഗ്രാൻഡ് ഫാദറും അതിൽ പോലും എന്തിനെ പറ്റിയിട്ട് സംസാരിക്കുക? ലൈഫ് പ്രോബ്ലം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. What does the word Horigallu literally mean? What is its purpose? ഹൊറിഗല്ലു എന്നതിന്റെ ലിറ്ററൽ മീനിങ് എന്താ? ഹൊറിഗല്ലു എന്ന വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്താണെന്നാണ്. ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മീനിങ്ങിനെയാണ് നമ്മൾ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഹൊറിഗല്ലുവിന്റെ ലിറ്ററൽ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ്? അതുപോലെ തന്നെ ഹൊറിഗല്ലുവിന്റെ പർപ്പസ് എന്താ? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൊറിഗല്ലുവിന്റെ ലിറ്ററൽ മീനിങ്ങും അതിന്റെ പർപ്പസും ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹൊറിഗല്ലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ്. The travelers could sit here and rest for a while. ഹൊറിഗല്ലുവിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റോൺ ആണ്. ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഒരു സ്റ്റോൺ ആണ്. അവിടെ നമുക്ക് വെയിറ്റ് ബിയർ ചെയ്യാൻ പറ്റുന്ന, അതായത് ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റോണിനെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഹൊറിഗല്ലു എന്ന് പറയുന്നത്. എന്താണ് ഹൊറിഗല്ലുവിന്റെ പർപ്പസ്? The travelers could sit here and rest for a while. ട്രാവലേഴ്സിന് ഹൊറിഗല്ലുവിൽ റെസ്റ്റ് എടുക്കാം, അവർക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കാം. ഇതൊക്കെയാണ് ഹൊറിഗല്ലുവിന്റെ പർപ്പസ്. ഹൊറിഗല്ലുവിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ്. ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റോണിനെയാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൊറിഗല്ലുവിന്റെ പർപ്പസ് എന്താ? ദ ട്രാവലേഴ്സ് കുഡ് സിറ്റ് ഹിയർ ആൻഡ് റെസ്റ്റ് ഫോർ എ വൈൽ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What was the dream of the Amigo brothers? Give an example of their workout to fulfill their dream. എന്താ നമ്മൾ അമിഗോ ബ്രദേഴ്സ്, പി ടി തോമസിന്റെ അമിഗോ ബ്രദേഴ്സ് പഠിച്ചല്ലോ. ആ ടൈമിൽ നമ്മൾ കണ്ടു അമിഗോ ബ്രദേഴ്സിന് ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീം ഉണ്ട്. എന്താണ് ആ ഡ്രീം? അവരുടെ വർക്കൗട്ട്, അവരുടെ ഡ്രീം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നത്? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേ? അമിഗോ ബ്രദേഴ്സിന്റെ ഡ്രീം എന്താന്നും അതുപോലെ തന്നെ അവരുടെ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വർക്കൗട്ടാണ് അവരുടെ ലൈഫിൽ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ബ്രദേഴ്സ് becoming a light champion of the world, they work out at the gym daily. അമിഗോ ബ്രദേഴ്സിന്റെ ഡ്രീം എന്താ? ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആയി തീരണം. ലോകത്തിലെ തന്നെ അമിഗോ ബ്രദേഴ്സിന് ലോകത്ത് ഏറ്റവും മികച്ച ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആയിട്ട് തീരണം. അതിന് അവർ ചെയ്യുന്ന കാര്യം എന്താ? അവരുടെ ഡ്രീം ഫുൾ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യം എന്താ? ദേ വർക്ക്ഡ് ഔട്ട് അറ്റ് ദ ബോയ്സ് ക്ലബ് ഓർ അറ്റ് ദ ജിം ഡെയിലി. അവര് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താ? ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആവണം. ചാമ്പ്യൻ ആവാൻ വേണ്ടിയിട്ട് അവര് ബോയ്സ് ക്ലബിലും അതുപോലെ തന്നെ ജിമ്മിലും ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബോയ്സ് ക്ലബിലും അതുപോലെ തന്നെ ജിമ്മിലും ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്താലേ അവർക്ക് എന്തായി തീരാൻ പറ്റുള്ളൂ? ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആയിട്ട് തീരാൻ സാധിക്കുള്ളൂ. അപ്പൊ ഹൊറിഗല്ലുവിന്റെ ലിറ്ററൽ മീനിങ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഹൊറിഗല്ലുവിന്റെ പർപ്പസ് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? അമിഗോ ബ്രദേഴ്സിന്റെ ഡ്രീം എന്താണെന്നും ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ ചെയ്യുന്നതെന്നും നമ്മളിപ്പോ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. And some are lows and so nearly balls. We have to use this to make balance. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പോയത്തിലെ ലൈനായിട്ടാ തോന്നുന്നത്? And some are lows and some so nearly balls. We have to use a spell to make them balance. ഏത് പോയത്തിലെ ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുള്ള? ഏത് പോയത്തിലെ ലൈൻസ്? എനി വുമൺ ആണോ അതുപോലെ തന്നെ നമ്മുടെ മെന്റിങ് വാൾ ആണോ? ഇതിൽ ഏത് പോയത്തിലെ ലൈൻസ് ആണ് ഇത്? ഇല്ല, ഒരു ഡൗട്ടും ഇല്ല അല്ലെ? നമുക്ക് പറയാം ഇത് മെന്റിങ് വാൾ. ഐഡന്റിഫൈ ദ പോയം ആൻഡ് പോയറ്റ്. ആരാ മെന്റിങ് വാൾ എഴുതിയിട്ടുള്ള? റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പൊ ഈ പോയം ഏതാ? മെന്റിങ് വാൾ ആണ്. അതുപോലെ തന്നെ
പോയറ്റ് ആരാ? റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മെൻറ്റിംഗ് വാളിലെ ലൈൻ തന്നിട്ട് ഫസ്റ്റ് ചോദിച്ചത് ഏതാ പോയെന്നും ഇങ്ങനെ പൊതുവെ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ഏതെങ്കിലും നമുക്ക് പഠിക്കാനുള്ള പോയത്തിൽ ഏതെങ്കിലും ലൈന് തന്നിട്ട് ഏതാ പോയം, ആരാ എഴുതിയത്, അല്ലെങ്കിൽ ഈ ലൈനിൽ പറയുന്ന മീനിങ് എന്താന്നൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ പൊതുവെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഓരോ പോയം നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, ആ പോയത്തിലെ ലൈൻ എല്ലാം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ പോയം ജസ്റ്റ് റീഡ് ചെയ്യുക മാത്രമല്ല, നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ വായിച്ചിട്ട് നമ്മൾ അത് ഇതാക്കണം. ഇപ്പൊ ഒരുപാട് പോയംസ് നമുക്ക് പഠിക്കാണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു പോയത്തിലെ 2 ലൈൻസ് ചോദിച്ചിട്ട് ഏതാ പോയം, ഏതാ പോയിറ്റ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചിലപ്പം പാടായിരിക്കും. സോ നമ്മൾ പോയത്തിന്റെ ഓരോ ലൈനും എടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ ഇവിടെ മെൻറ്റിംഗ് വാളിലാണ്. മെൻറ്റിംഗ് വാൾ ആര് എഴുതിയിട്ടുള്ള? റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. നെയിം ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. ഫസ്റ്റ് ലൈനിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണെന്നാണ്, അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ്. ഏതോ ഒന്നുകൂടി വായിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഫിഗർ ഓഫ് സ്പീച്ച്, ഞാൻ താഴെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്, എന്നാലും നോക്കാം ഇവിടെ ഏതാണ് മെറ്റഫർ വരുന്നതെന്ന് നിങ്ങൾ പറയണം. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ്. അപ്പൊ ഇവിടെ എന്താ, ചിലര് ലോവ്സിനോടും ചിലര് ബോൾസിനോടും കമ്പയർ ചെയ്യുക. ബോൾസിനോടും എന്തിനോടൊക്കെ കമ്പയർ ചെയ്യുന്നത്? ലോവ്സിനോടും ബോൾസിനോടും. ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആണോ? അല്ല, ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ലൈനിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് മെറ്റഫർ ആണ്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി ഈ ക്വസ്റ്റ്യൻ. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ്. We have to use a spell to make them balance. Identify the poem and the poet. Mending Wall by Robert Frost. Name the figure of speech used in the first line. Answer is metaphor. Okay, ഇത്രയും ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് പൊറിഗല്ലൂലെ പറഞ്ഞു, പൊറിഗല്ലൂരിന്റെ ലിറ്ററൽ മീനിങ് പറഞ്ഞു, പിന്നെ അമിഗോ ബ്രദേഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെൻറ്റിംഗ് വാളിലെ 2 ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ലൈൻ കാണുമ്പോൾ തന്നെ അറിയാം ഏതാ 3 L's ഓഫ് എംപവർമെന്റിലെ നമ്മുടെ ക്രിസ്റ്റി ലഗാർഡ് എഴുതിയിട്ടുള്ള 3 L's ഓഫ് എംപവർമെന്റിലെ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ദ 3 L's വിൽ ഹെൽപ്പ് us ഗെറ്റ് there. അതായത് ഈ ലൈൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്പീച്ച് ഉണ്ടല്ലോ 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്ത്യൻ ലഗാർഡ്, അതിലെ ഒരു ചെറിയ ലൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് താഴെ 2 ക്വസ്റ്റ്യനും ഉണ്ട്. The 3 L's will help us get there. ഈ 3 L's നമ്മളെ അവിടെ എത്താൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഐഡന്റിഫൈ ദ സ്പീക്കർ. ആരാണ് സ്പീക്കർ? 3 L's ഓഫ് എംപവർമെന്റ് എന്ന സ്പീച്ചിലെ സ്പീക്കർ ആരാ? നമുക്കൊരു ഡൗട്ടും ഇല്ലാതെ തന്നെ പറയാം അല്ലേ, അതിലെ സ്പീക്കർ ആരാ? ക്രിസ്ത്യൻ ലഗാർഡ്. വാട്ട് ആർ ദ 3 L's? ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ 3 L's ഏതാ? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മള് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻസർ ഇവിടെ ഉണ്ട്. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ ലഗാർഡ് അവരുടെ സ്പീച്ച് ആയിട്ടുള്ള 3 L's ഓഫ് എംപവർമെന്റിന്റെ 3 L'സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഈ 3 L's ഉണ്ടല്ലോ, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, അതാണ് വിമണിനെ എംപവർമെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. സ്ത്രീകളെ എംപവർ ചെയ്യാൻ നമുക്ക് 3 L ആവശ്യമാണ്, 3 L's ആവശ്യമാണ്. അവ ഏതൊക്കെയാ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Though whom a woman lied in a manger, take me not till the children grow. ഒന്നുകൂടെ ലൈൻ വായിക്കാം. ഏതാ പോയം എന്ന് നിങ്ങൾ പറയണം കേട്ടോ. Though whom a woman lied in a manger, take me not till the children grow. ഈ ലൈൻ വായിച്ചപ്പോ നിങ്ങൾക്ക് ഏത് പോയത്തിലെ ലൈൻ ആയിട്ടാ തോന്നുന്നേ? ഒന്ന് പറഞ്ഞേ. നമ്മുടെ എനി വുമൺ ഉണ്ടല്ലോ, കാതറിൻ ടൈനാൻ എഴുതിയ എനി വുമൺ എന്ന് പറഞ്ഞ പോയത്തിലെ ലൈനാണ് ഇത്. എനി വുമൺ എന്ന് പറഞ്ഞ പോയത്തിലെ ലാസ്റ്റ് 2 ലൈൻസ് ആണ് ഇത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പോയം ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കിയത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയാണത് അല്ലെ? അതിൽ വിമന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ഒരു ഫാമിലിയിൽ
മദർ ഇന്റഗ്രൽ പാർട്ടാണ് എന്നാണ് ആ പോയം നമുക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ്. ഒരു ഭൂമിക്ക് സൂര്യൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫാമിലിക്ക് അമ്മയും. മദർ ഈസ് ദ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഹൗസ് അല്ലേ? അപ്പൊ അതിലെ ലാസ്റ്റ് ടു ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് ദോ മീൻ ആൻഡ് ഹൂ ഡസ് ഇറ്റ് റെഫേഴ്സ് ടു? ദോ എന്ന് പറയുന്ന വേർഡിന്റെ കണ്ടോ, ദോ എന്നുള്ള വേർഡില്ലേ, ദോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? അതുപോലെ തന്നെ ഇവിടെ ഹും എന്ന്, അതായത് ഈ ദോയിലൂടെ ആരെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്? ആരെയാ? ദോ എന്ന് പറയുന്നത് ആരാ? ദോ എന്ന വേർഡിന്റെ മീനിങ് എന്താ? ദോ എന്നത് ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡാണ്. അതിന്റെ മീനിങ്ങും ദോ എന്ന് റെഫർ ചെയ്യുന്നത് ആരെയാണ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദോ എന്ന വേർഡിന്റെ മീനിങ് എന്താ? യു എന്നതിന് ഉപയോഗിച്ചിരുന്ന ഓൾഡ് ഇംഗ്ലീഷ് വേർഡാണ് ദോ. ദോ എന്ന് റെഫർ ചെയ്യുന്നത് ആരെയാ? ഗോഡ് ഓർ ജീസസ് ക്രൈസ്റ്റ് അല്ലെ? നമ്മൾ ഈ കവിത ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞായിരുന്നു അല്ലെ, നമ്മുടെ ജീസസ് ക്രൈസ്റ്റിനെയാണല്ലോ അമ്മ പുൽത്തകിടിയില് അല്ലെങ്കിൽ ഒരു വൈക്കോൽപ്പുരയില് ഒരു പുൽത്തകിടിയിൽ ജനിച്ചിട്ടുള്ള കുഞ്ഞാണല്ലോ ജീസസ് ക്രൈസ്റ്റ്. അപ്പോ ജീസസ് ക്രൈസ്റ്റിനെയാണ് നമ്മുടെ എനിവുമൺ എന്ന പോയത്തിലെ ഈ മദറ് ദോ എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ചെയ്യുന്നത്. ജീസസ് ക്രൈസ്റ്റിന്റെ അടുത്താണ് അമ്മ തന്റെ പ്രാർത്ഥനകൾ ഓരോന്നായിട്ട് എത്തിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ സെന്റൻസ് കമന്റിങ് ഓൺ ദ ലാസ്റ്റ് ലൈൻ. ലാസ്റ്റ് ലൈൻ എന്താ? ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അതായത് ഇവിടെ അമ്മ പ്രാർത്ഥിക്കുകയാണ്. എന്താ? യു എന്ന് അഡ്രസ് ചെയ്യുന്നത് ആര്? ജീസസ് ക്രൈസ്റ്റിനെ. ദൈവമേ നിന്നെ, അതായത് പുൽത്തകിടിയിൽ ഒരു സ്ത്രീ നിന്നെ പ്രസവിച്ചതല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അവര് ജീസസ് ക്രൈസ്റ്റിനെ അഡ്രസ് ചെയ്യുന്നത്. ദൈവത്തോട് അവർ എന്താ പ്രാർത്ഥിക്കുന്നത്? ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എന്റെ മക്കള് വളരുന്നത് വരെ എന്നെ അങ്ങോട്ടേക്ക് വിളിക്കരുത്, അതായത് എന്നെ മരണത്തിലേക്ക് നിങ്ങൾ വിളിക്കരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഏതുവരെ? എന്റെ മക്കൾ വലുതാവുന്നത് വരെ. അപ്പൊ അവിടെ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്റെ ലൈഫിനാണോ അതോ തന്റെ മക്കളുടെ ലൈഫിനാണോ? ഈ ലൈൻ ഉണ്ടല്ലോ, ലാസ്റ്റ് ലൈൻ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ, ആ ലൈനിന്റെ മീനിങ് അല്ലെങ്കിൽ ആ ലൈനിലൂടെ എന്താണ് നമ്മുടെ പോയിന്റ് പറയുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ഓഫ് എ മദർ ടു ഗോഡ് അല്ലെ? ഇത് അമ്മ ദൈവത്തോട് പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ്. അമ്മ ദൈവത്തോട് പറയുന്ന റിക്വസ്റ്റ് എന്താ? എന്റെ മക്കൾ വളരുന്നത് വരെ അല്ലെങ്കിൽ എന്റെ മക്കൾ വലുതാവുന്നത് വരെ എന്നെ നീ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കരുത്. ഇത് ആരുടെ റിക്വസ്റ്റാ? ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ഓഫ് മദർ ടു ഗോഡ്. അമ്മ ദൈവത്തോട് പറയുന്ന റിക്വസ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Letter? What letter? Ho ho. Yes, yes. Indeed, there was letter from your mother. I just hadn't got around to giving it to you. ഈ ലൈൻ ഏതിലെയാ? നമ്മൾ പഠിച്ചൊരു ഷോർട്ട് സ്റ്റോറിയില്ലേ? ഏത് ഷോർട്ട് സ്റ്റോറിയിലെ ലൈനായത്? നിങ്ങളൊന്ന് വായിച്ചേ. ലെറ്റർ? വാട്ട് ലെറ്റർ? ഹോ ഹോ. യെസ് യെസ്. Indeed, there was a letter from your mother. I just hadn't got around to giving it to you. ഏത് പാഠഭാഗത്തിലെ സെന്റൻസ് ആണിത്? നിങ്ങളൊന്ന് പറഞ്ഞേ. അതെ, നമ്മുടെ ആശാപൂർണ ദേവി എഴുതിയിട്ടുള്ള മാച്ച് ബോക്സിലെ സെന്റൻസ് ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മാച്ച് ബോക്സിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അടുത്ത 2 ക്വസ്റ്റ്യൻ നമ്മുടെ മാച്ച് ബോക്സ് ഉണ്ടല്ലോ, അതെന്ന് ചോദിച്ചിട്ടുള്ള 2 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ സെഡ് ദീസ് വേർഡ്സ് ടു ഹിം? ആരാണ് ഇത് പറയുന്നത്? ആരോടാണ് ഇത് പറയുന്നത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് പറയൂ, ഇത് ആരോട് പറഞ്ഞു? നമ്മുടെ മാച്ച് ബോക്സ് ആശാപൂർണ ദേവി എഴുതിയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയിൽ ഇത് ആരോട് പറയുന്ന സെന്റൻസ് ആണ്? അജിത് ടു നൗമിത. അജിത്ത് നൗമിതയോട് പറയുന്ന വാക്കുകളാണിത്. ആരോട് പറയുന്നത്? അജിത്ത് നൗമിതയോട്, അല്ലാതെ നൗമിത അജിത്തിനോടല്ല, അജിത്ത് നൗമിതയോട് പറയുന്ന വേർഡ്സ് ആണിത്.
ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് വൺ സെന്റൻസ് അബൌട്ട് ട്രൈബ്സ് ഓഫ് ദി സ്പീക്കർ. സ്പീക്കറുടെ ട്രൈബ്സിനെ കാണിക്കുന്ന ട്രൈബ്സിനെ പറ്റിയിട്ട് നമ്മുടെ സ്പീക്കറുടെ ട്രൈബ്സിനെ സ്വഭാവത്തെ കാണിക്കുന്ന ഒരു സെന്റൻസ് എഴുതാനാണ്. ഇതിലൂടെ നമ്മുടെ സ്പീക്കർ ആയിട്ടുള്ള അജിത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്ന ഒരു സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അജിത്ത് ഇൻസൾട്ട് നോമിത ബൈ ക്വസ്റ്റ്യനിങ് ഹെർ ഐഡന്റിറ്റി. ഇവിടെ എന്താ അജിത്ത് ചെയ്യുന്നത്? അജിത്ത് നോമിതയോടാണ് ഇത് പറയുന്നത്. അതിലൂടെ അജിത്ത് എന്താ ചെയ്യുന്നത്? അവളുടെ ഐഡന്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുക. അവളെ ഇൻസൾട്ട് ചെയ്ത് അവളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ട് അജിത്ത് നോമിതയെ ഇൻസൾട്ട് ചെയ്യുക. അപ്പൊ ഇത് ആരോട് പറയുന്ന? അജിത്ത് നോമിതയോട്. അജിത്ത് ഇൻസൾട്ട് നോമിത ബൈ ക്വസ്റ്റ്യനിങ് ഹെർ ഐഡന്റിറ്റി. അജിത്ത് എന്താ ചെയ്യുന്നത്? നോമിതയെ അവളുടെ ഐഡന്റിറ്റി ചോദിച്ച് അല്ലെങ്കിൽ അവളുടെ ഐഡന്റിറ്റിയുടെ പേരിൽ എന്താ ഇൻസൾട്ട് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഈ സെന്റൻസ് നമ്മൾ അങ്ങനെ പെട്ടെന്ന് നോട്ട് ചെയ്യാത്തൊരു സെന്റൻസ് അല്ലേ. ഇങ്ങനെ നമുക്ക് എവിടെന്നും ഒരു പാഠഭാഗത്തിന്റെ എവിടെന്നും ചെറിയൊരു ഭാഗം എടുത്തിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതാ പിന്നെയുള്ള ഒരു സമാധാനം. 1 വേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ തന്നെ മാർക്ക് പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സമാധാനം എന്ന് പറയാൻ പറ്റില്ല. സോ അജിത്ത് നോമിതയുടെ അടുത്ത് പറയുന്നതാണ് ഈ കാര്യം. ആ സെന്റൻസ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. ലെറ്റർ? വാട്ട് ലെറ്റർ? ഓഹോ, യെസ് യെസ് യെസ്. Indeed, there was a letter from your mother. I just hadn't got around to giving it to you. Okay. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Complete the following sentences with appropriate modal auxiliaries. Will, would, must, might. ഇവിടെ 4 മോഡൽ ഓക്സിലറി വെർബ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? can, could, may, might, would, will, would, shall, should, ought, അങ്ങനെ ഒരുപാട് മോഡൽ ഓക്സിലറി വെർബ്സ് ഉണ്ടല്ലേ ഇംഗ്ലീഷിൽ. അപ്പൊ ഇവിടെ ഒരു 4 മോഡൽ ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ട്. ഈ മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡൽ ഓക്സിലറീസ്. will, would, must, might. ഈ ഓക്സിലറി വെർബ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. എ എന്താ? ഹി പ്രെഡിക്റ്റഡ് ദാറ്റ് ഇന്ത്യ ഡാഷ് വിൻ ദ നെക്സ്റ്റ് മാച്ച്. അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന മോഡൽ ഓക്സിലറി ഏതാ? വുഡ് ആണ്. കാരണം അവിടെ വുഡ് എന്നത് വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. വില്ല് എന്നുള്ളത് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട്, ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ ഇവിടെ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഏതാ? വുഡ്. ഇവിടെ വുഡ് എന്ന് വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയ വുഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. കാരണം ഹി പ്രെഡിക്റ്റഡ്, അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടു, കഴിഞ്ഞ കാര്യമാണ്. എന്താ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തത്? ഇന്ത്യ വുഡ് വിൻ ദ നെക്സ്റ്റ് മാച്ച്. ഇന്ത്യ അടുത്ത മാച്ച് ജയിക്കും. അപ്പൊ നമ്മൾ അവിടെ വില്ലാണെന്ന് തെറ്റിദ്ധരിക്കും, പക്ഷെ അവിടെ വുഡാണ് വരിക. ഇങ്ങനെ നമ്മുടെ വെർബ് എന്താ? പാസ്റ്റ് ടെൻസിലാ വരുന്നത് എങ്കിൽ നമ്മുടെ മോഡൽ ഓക്സിലറി വെർബും പാസ്റ്റിലായിരിക്കും. ഓക്കെ, ഹി പ്രെഡിക്റ്റഡ് ദാറ്റ് ഇന്ത്യ വുഡ് വിൻ ദ നെക്സ്റ്റ് മാച്ച്. അതാണ് നമ്മുടെ എ സെന്റൻസ്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ബി, ഡാഷ് യു ടേക്ക് കെയർ ഓഫ് മൈ ഡോഗ് ഫോർ എ ഡേ. അപ്പൊ ചോദിക്കുകയാണ്, ഇതൊരു ചോദ്യമാണ് അല്ലെ. ഓക്സിലറി മോഡൽ ഓക്സിലറി വെർബ്സ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്യാൻ യു ഹിയർ മീ? അങ്ങനെ നമുക്ക് ചോദിക്കാം. അത് നമ്മൾ മോഡൽ ഓക്സിലറി വെർബ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യനാ ചോദിച്ചിട്ടില്ല. ആ ക്വസ്റ്റ്യനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതാണ്? വിൽ യു ടേക്ക് കെയർ ഓഫ് മൈ ഡോഗ് ഫോർ എ ഡേ? അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ആൻസർ എന്താ? വുഡ് ആണ്. രണ്ടാമത്തെ ആൻസർ വില്ലു ആണ്. നമുക്ക് ആ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഹി പ്രെഡിക്റ്റഡ് ദാറ്റ് ഇന്ത്യ വുഡ് വിൻ ദ നെക്സ്റ്റ് മാച്ച്. വിൽ യു ടേക്ക് കെയർ ഓഫ് മൈ ഡോഗ് ഫോർ എ ഡേ? അപ്പൊ ഇങ്ങനെ മോഡൽ ഓക്സിലറി, നമ്മുടെ ഇതൊക്കെ ഗ്രാമർ പാർട്ട് ആണല്ലോ, നിങ്ങൾക്കറിയാം. മോഡൽ ഓക്സിലറി വെർബ് വെച്ചിട്ട് അതുപോലെ ഒരു പാസേജ് എഡിറ്റ് ചെയ്യാന്, പിന്നെ നമുക്ക് എന്താ എറേഴ്സ്, ഒരു സെന്റൻസിൽ എറേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ഇംഗ്ലീഷിനെ പറ്റി, ഗ്രാമറിനെ പറ്റിയിട്ടൊക്കെ ഒരു
അറിവുണ്ടാക്കിയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്, ദർ വാസ് 2 errors. ഇവിടെ ഒരു ചെറിയ പാസേജ് കൊടുത്തിട്ടുണ്ടല്ലേ, ആ പാസേജിൽ 2 എറർ ഉണ്ട്. ആ എറർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ എററിനെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം. I am especially mindful for women and the girl child. I hope it will encourage them to raise their voices and take more space at leadership. തന്നിരിക്കുന്ന സെന്റൻസ് എന്താ, ഒന്നുകൂടെ വായിക്കാം. I am especially mindful for women and the girl child. I hope it will encourage them to raise their voices and take more space at leadership. അപ്പൊ ഇതില് ഉള്ള എറേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? മൈൻഡ്ഫുൾ ഓഫ്, മൈൻഡ്ഫുൾ ഫോർ എന്നുള്ളത് എന്താവും? മൈൻഡ്ഫുൾ ഓഫ് എന്നായി മാറും. അതുപോലെ തന്നെ സ്പേസ് ഫോർ അല്ലെ, സ്പേസ് ഫോർ, സ്പേസ് അറ്റ് എന്നുള്ളത് സ്പേസ് ഫോർ ആയിട്ടും മാറും. അപ്പൊ എന്തൊക്കെയാ എറർ? മൈൻഡ്ഫുൾ ഫോർ എന്നുള്ളത് മൈൻഡ്ഫുൾ ഓഫ് ആവും, സ്പേസ് അറ്റ് എന്നുള്ളത് സ്പേസ് ഫോർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഒന്ന് വായിക്കാം. I am especially mindful of women and the girl child. I hope it will encourage them to raise their voices and take more space for leadership. അപ്പൊ നമ്മൾ ഇവിടെയുള്ള 2 എറേഴ്സ് കണ്ടുപിടിച്ചു. ആ എറേഴ്സ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ഫോറും അതുപോലെ സ്പേസ് അറ്റും ആണ്. മൈൻഡ്ഫുൾ ഫോർ എന്താവും? മൈൻഡ്ഫുൾ ഓഫ് ആവും. അതുപോലെ സ്പേസ് അറ്റ് സ്പേസ് ഫോറും ആവും. ഓക്കെ, നമ്മൾ സ്പേസിന്റെ കൂടെ പൊതുവെ ഏതാ യൂസ് ചെയ്യാറ്? ഫോർ തന്നെയാ അല്ലെ, അല്ലെങ്കിൽ ഹി ഗിവൺ എ സ്പേസ് ഫോർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ എഴുതുക. അപ്പൊ സ്പേസിന്റെ കൂടെ ഫോർ വരാനാണ് അധികം ചാൻസ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ഡിസ്കസ് ചെയ്തതിനു ശേഷം എന്തിനാ ഒന്ന് പോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ നിങ്ങൾ അത് വായിച്ചിട്ട് എന്തുകൊണ്ട് ഈ ആൻസർ അവിടെ വന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മെറിറ്റ് എന്താന്ന് വെച്ചാൽ എക്സാമിന് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങളിത് ഫസ്റ്റ് ടൈം കാണുന്നത് പോലെ ആവില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആൻസർ, ഒന്നും അറിയാത്തവർക്ക് വരെ എന്തെങ്കിലുമൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സെന്റൻസ് വായിച്ചാൽ അതിൽ എറർ എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Complete the following sentences with appropriate phrasal verbs choosing from the brackets. Speak up, take for, give up, speak for, take off. നമുക്ക് ഇവിടെ എത്ര ഫ്രേസൽ വെർബ് വന്നിട്ടുണ്ട്? ഒരു 5 ഫ്രേസൽ വെർബ് വന്നിട്ടുണ്ട് അല്ലെ. ഈ ബ്ലാങ്ക് നമ്മൾ ഈ ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്യണം. അപ്പൊ ഏതൊക്കെയാ ഫ്രേസൽ വെർബ് നമുക്ക് തന്നിട്ടില്ല? സ്പീക്കപ്പ്, സ്പീക്കപ്പ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്രേസൽ വെർബ്. രണ്ടാമത്തെ ഏതാ? ടേക്ക് ഫോർ, പിന്നെ ഗിവ് അപ്പ്, സ്പീക്ക് ഫോർ, ടേക്ക് ഓഫ്. ഇങ്ങനെ 5 ഫ്രേസൽ വെർബ് വന്നിട്ടുണ്ട്. ഇതില് താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. ദ ഫ്ലൈറ്റ് വിൽ ഡാഷ് ഇൻ 5 minutes. ഫ്ലൈറ്റിന്റെ കേസിലൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാ? ഫ്ലൈറ്റിന്റെ കാര്യത്തിലൊക്കെ ഫ്ലൈറ്റ് വിൽ ടേക്ക് ഓഫ്, ടേക്ക് ഓഫ് ആണ് നമ്മളുടെ ഇവിടെ. ഫ്ലൈറ്റ് വിൽ ടേക്ക് ഓഫ് ഇൻ 50 minutes അല്ലെ, 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 5 മിനിറ്റ്സിനുള്ളിൽ എന്താ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും അല്ലെ. അപ്പൊ ഫ്ലൈറ്റ് വിൽ ടേക്ക് ഓഫ്, അവിടെ വരുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാ? ടേക്ക് ഓഫ് ആണ്. ഓക്കെ, ഒന്നാമത്തത് ടേക്ക് ഓഫ് ആണ്. രണ്ടാമത്തതോ വർക്ക് ഹാർഡ്, വർക്ക് നന്നായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യണം. ഡോണ്ട് സ്പീക്ക് അപ്പ് ആണോ? സ്പീക്ക് അപ്പ് ആണോ അവര്? സംസാരിക്കുകയാണോ അവര്? അല്ലെങ്കിൽ ടേക്ക് ഫോർ ആണോ? അതോ ഗിവ് അപ്പ് ആണോ? ടേക്ക് ഓഫ് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, അപ്പൊ ടേക്ക് ഓഫ് അല്ല അല്ലെ.
പിന്നെ ഇതില് ബാക്കി ഏത് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ബാക്കി നമുക്ക് ഗിവ് അപ്പ് ചെയ്യാം. ഗിവ് അപ്പ് അല്ലെ? ഗിവ് അപ്പ് ആണ് രണ്ടാമത്തേന്റെ ആൻസർ, ടേക്ക് ഓഫ് ഒന്നാമത്തേന്റെ. അപ്പൊ ഗിവ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ? ഗിവ് അപ്പ് ചെയ്യാൻ വർക്ക് ഹാർഡ്, നന്നായിട്ട് അധ്വാനിച്ചാൽ. ഡോണ്ട് ഗിവ് അപ്പ് യുവർ ബോൾഡ് സ്റ്റെപ്സ്. നന്നായിട്ട് അധ്വാനിക്കണം. നമ്മളുടെ ബോൾഡ് സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഗിവ് അപ്പ് എന്താ? അബാൻഡൻ, ഒഴിവാക്കുക അല്ലെങ്കിൽ നിരസിക്കുക എന്നൊക്കെയാണ് ഗിവ് അപ്പിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ the flight will take off in 5 minutes. Work hard, don't give up your bold steps. Give up എന്നുള്ളത് ഒരുപാട് സ്ഥലത്ത് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ്. അപ്പൊ അതിന്റെ മീനിങ് പഠിക്കണം. ഗിവ് അപ്പിന്റെ മീനിങ് അബാൻഡൻഡ് എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഫ്രേസൽ വെർബ് തന്നിരിക്കുന്നതിൽ ഗിവ് അപ്പ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. A. I am dash seeing my friends again. Look forward to carry away. She was very sad because her father dash last week passed away. അപ്പൊ ഇതും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ? ഗ്രാമർ പാർട്ടിലെ നമ്മുടെ ഗ്രാമർ പാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. താഴെ കുറച്ച് ഫ്രേസൽ വെർബ്സ് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ കൊടുത്ത ഫ്രേസൽ വെർബ്സ് വെച്ചിട്ട് ഈ ബ്ലാങ്ക് നമ്മൾ ഫിൽ ചെയ്യണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് തെരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഈ ബ്ലാങ്ക് ഫിൽ ചെയ്യാനായിട്ട്. I am dash seeing my friends again. Look forward to carry away. അപ്പൊ നമുക്ക് സീയിങ് ആണ് ഇവിടെ വന്നിട്ടുള്ള. സീയിങ് ആണ് ഇവിടെ വന്നിട്ടുള്ള എന്ത്? വെർബ്. മൈ ഫ്രണ്ട്സ് അഗെയിൻ. ഐ ആം ലുക്ക് ഫോർവേഡ് ടു സീയിങ് മൈ ഫ്രണ്ട്സ് അഗെയിൻ. അപ്പൊ ഫസ്റ്റത്തിലെ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് ലുക്ക് ഫോർവേഡ്. ലുക്ക് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞാല് തീരുമാനിക്കുക അല്ലെ? ലുക്ക് ഫോർവേഡ് ചെയ്യുക. ലുക്ക് ഫോർവേഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എന്താ? ഷീ വാസ് വെരി സാഡ് ബിക്കോസ് ഹെർ ഫാദർ ഡാഷ് ലാസ്റ്റ് വീക്ക്. എന്തിനായിരിക്കും അവള് സാഡ് ആയിട്ടുണ്ടാവുക? റാൻ ഔട്ട് ആണോ? അല്ല, പാസ്ഡ് അവേ. അവളുടെ അച്ഛൻ മരിച്ചത് കൊണ്ടാണ് അവൾ എന്തായത്? സാഡ് ആയത്. കഴിഞ്ഞ ആഴ്ച അവളുടെ അച്ഛൻ മരിച്ചു, പാസ്ഡ് അവേ, മരിച്ചു. അതുകൊണ്ടാണ് അവള് വെരി സാഡ് ആയത്. അപ്പൊ ഫസ്റ്റത്തെ ഫ്രേസൽ വെർബ് ഏതാ? ലുക്ക് ഫോർവേഡ് ടുയും രണ്ടാമത്തേതോ പാസ്ഡ് അവേയും ആണ് ഫ്രേസൽ വെർബ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Insert suitable preposition in the following blanks. അല്ലെ, ഇവിടെ ഒരു 4 ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട് ആൻസർ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് വായിച്ച് എന്തുകൊണ്ട് അവിടെ ആ പ്രിപ്പോസിഷൻ വന്നു എന്നൊന്ന് മനസ്സിലാക്കൂ. ഒരു 2 മിനിറ്റ് എടുത്തിട്ട് ആ സെന്റൻസ് ഒന്ന് വായിക്കൂ. ഞാൻ വായിക്കാം, ആ സെന്റൻസ് ഒന്ന് നോക്കൂ. The teacher hunched up dash a corner and obeyed. He grew tired dash the position and the game in 30 minutes and got up, much to the displeasure of his pupil. Luckily dash him the engine also suddenly refused to move. The boy handed it to him as he went back dash his seat. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഇതാ. ഇതിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത പ്രിപ്പോസിഷൻ ഏതാ? ഇന്നാളെ. ഐ ഹഞ്ച്ഡ് അപ്പ് ഇൻ എ കോർണർ. നമ്മളൊരു കോർണർ, ഇന്നെ ഒരു സ്ഥലമാണ്. സ്ഥലത്തെ പറ്റി പറയുമ്പോൾ ഇന്ന്, അറ്റ്, ഓൺ അല്ലെ? അപ്പൊ ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഏതാ? ഇന്നാണ്. ഹി ഗ്രൂ ടയേർഡ് ഓഫ് ദ പൊസിഷൻ. എന്തുകൊണ്ടാണ് ടയേർഡ് ആയത്? ഓഫ് ദ പൊസിഷൻ. ഓഫ്
ഇന്ന് ഓഫ് ഫോർ ടു നമുക്ക് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാ പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാ? ഇന്ന് ഓഫ് ഫോർ ടു. The teacher hunched up in a corner and obeyed. He grew tired of the position and the game in 30 minutes and got up, much to the displeasure of his pupil. Luckily for him, the engine also suddenly refused to move. The boy handed it to him as he went back to his seat. Okay. അപ്പോൾ ഇങ്ങനെ പൊസിഷൻസ്, ഫ്രേസൽ വെർബ്സ്, ഓക്സിലറി വെർബ്സ് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട്, അതായത് കംപ്ലീറ്റ് സെന്റൻസ് നമ്മുടെ എക്സാമിന് പൊതുവെ ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യനാ. ചിലപ്പം നമുക്ക് ചോദിക്കുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാവും നമ്മൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ടാവും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിലെ എറേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ എഡിറ്റ് ചെയ്യണം. ഇത് നമുക്ക് പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്തൊക്കെയാ? പ്രിപ്പോസിഷൻ ചോദിക്കാം, മോഡൽ ഓക്സിലറി ചോദിക്കാം, ഫ്രേസ് വെർബ്സ് ചോദിക്കാം, എഡിറ്റിംഗും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാമർ പാർട്ടിനെ കുറിച്ചുകൂടി നല്ലോണം അവെയർ ആയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ എന്താ? ഇപ്പൊ ഡിസ്കസ് ചെയ്ത 3-4 ക്വസ്റ്റ്യൻ നമ്മൾ ഫ്രേസൽ വെർബ്സ്, എറേഴ്സ്, ഓക്സിലറി വെർബ്സ്, പിന്നെന്താ പ്രിപ്പോസിഷൻസ്, അതുപോലെ എറർ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എഡിറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസസിനെ എഡിറ്റ് ചെയ്യാനാണ് അല്ലെ. താഴെ നമുക്ക് 2 സെന്റൻസ് ആണ് തന്നിട്ടുള്ളത്. He behaves as if he was a king. He behaves as if he was a king. ഇവിടെ ഒരു എറർ ഉണ്ട് കേട്ടോ. ഞാൻ എഴുതിയിരിക്കുന്ന ആൻസറിൽ ഒരു എറർ ഉണ്ട്. ഇവിടെ എന്താ, ഈ വാസ് ഇല്ലേ, ഈ വാസ് വേറാവുന്നുണ്ട്. എ കിങ് ഇവിടെ ആസ്കിങ് ആയി പോയതാട്ടോ. ഇവിടെ എ കിങ് എന്നാട്ടോ. അപ്പൊ എന്താ, ഹി ബിഹേവ് ആസ് ഇഫ് ഹി വാസ് എ കിങ് എന്നുള്ളത് ഹി ബിഹേവ്സ് ആസ് ഇഫ് ഹി വർ എ കിങ്. അദ്ദേഹം ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്താ, അദ്ദേഹം ഒരു കിങ് ആണ് എന്ന പോലെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ എന്താ? ഹി വേർ ആട്ടോ. ഹി വാസ് എന്താവും, വേർ ആവും. വുഡ് യു മൈൻഡ് ഗിവ് മീ യുവർ പെൻ. വുഡ് യു മൈൻഡ് എന്നുള്ളത് ഗീവ് എന്നുള്ളത് ഗിവിങ് ആവും. നമ്മളിവിടെ താഴെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മള് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ട് കാര്യമല്ല. സോ താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിക്കുക. എന്തുകൊണ്ട് അവിടെ അത് വന്നു എന്നൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോ ഹി ബിഹേവ്സ് ആസ് ഇഫ് ഹി വർ എ കിങ്. വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ യുവർ പെൻ. ഇത്രയാണ് നമ്മുടെ ആൻസർ. ഇത്രയും ഈ 2 എറേഴ്സ് ആണ് നമുക്ക് ഈ 2 സെന്റൻസിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാം ആൻസർ ഞാൻ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ എന്താ, നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതിയാവും. ആൻസർ താഴെ തന്നെയുണ്ട്. ഞാൻ അതാണ് സ്ലൈഡിൽ തന്നെ ആൻസർ ഇൻക്ലൂഡ് ചെയ്തു. ക്വസ്റ്റ്യനുമായിട്ട് പിന്നെ ആൻസർ വേണ്ട. ഈ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ നോക്കുക. ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ ഡിസ്കസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്ലാസ് നമുക്ക് ഇതിൽ ചോദിച്ച് ലോങ് ക്വസ്റ്റ്യൻസ്, ലോങ് ആൻഡ് ഡിസ്കസ് ചെയ്യാം. അതായത് എസ്സേസ്, ഷോർട്ട് എസ്സേസ് ഒക്കെ ചെയ്യും. കോമൺ ആയിട്ട് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് ഇതുവരെ ചെയ്യുന്നത്. സോ
റീറൈറ്റ് ആസ് ഡയറക്റ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് താഴെ തന്നിട്ടുള്ള 2 സെന്റൻസ് ഉണ്ടല്ലോ, ഇതിനെന്താ റീറൈറ്റ് ചെയ്യണം. എങ്ങനെയാ റീറൈറ്റ് ചെയ്യേണ്ടത്? ഏത് സെന്റൻസ് റീറൈറ്റ് ചെയ്യേണ്ടത് ഒരു താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും എക്സാമിന് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്താ, നമ്മുടെ അജിത്തിന്റെ ഒമ്പതേയും ചാപ്റ്റർ ആയിട്ടുള്ള മാത്സ് ബോക്സിൽ നിന്നാണ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് എന്താ? അജിത് ഹാസ് ഓപ്പൺഡ് ദ ലെറ്റർ ആൻഡ് റീഡ് ഇറ്റ്. ഈ സെന്റൻസിനെയാണ് നമ്മൾ ദ ലെറ്ററിനെ സബ്ജക്റ്റ് ആക്കി നിർത്തിയിട്ട് നമ്മൾ ആ സെന്റൻസിനെ റീറൈറ്റ് ചെയ്യണം. അജിത് ഹാസ്, അവിടെ എന്തായിരുന്നു? അവിടെ അജിത്ത് ആയിരുന്നു സബ്ജക്റ്റ്. അടുത്തത് നമ്മൾ ലെറ്ററിനെ സബ്ജക്റ്റ് ആക്കിയിട്ട് ഈ സെന്റൻസിനെ റീഫ്രൈസ് ചെയ്യണം. എങ്ങനെ എഴുതും? The letter has been opened and read by Ajit. ആ സെന്റൻസിനെ അജിത് ഹാസ് ഓപ്പൺ ദ ലെറ്റർ ആൻഡ് റീഡ് ഇറ്റ് എന്നതിനെ നമ്മൾ ദ ലെറ്ററിനെ സബ്ജക്റ്റ് ആക്കിയിട്ട് നമ്മൾ അതെന്താ റീഫ്രൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക, എ ലെറ്റർ ഹാസ് ബീൻ ഓപ്പൺഡ് ആൻഡ് റെഡ് ബൈ അജിത്. ഇനി രണ്ടാമത്തെ നോക്കാം. The brain governs our sensations, moods, thoughts, and actions. The brain governs our sensations, moods, thoughts, and actions. ഈ സെന്റൻസിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ബിഗിൻ ചെയ്യേണ്ടത്? അവർ സെൻസേഷൻസ് വെച്ചിട്ട് നമ്മൾ സെൻസേഷൻസ് എന്ന് ബിഗിൻ ചെയ്യുന്നത് വെച്ചിട്ട് നമ്മൾ ഈ സെന്റൻസിനെ റീഫ്രേസ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയത് എഴുതുക? അവർ സെൻസേഷൻസ്, മൂഡ്സ്, തോട്ട്സ് and actions were governed by the brain. The brain എന്നുള്ളത് എന്തായി? അവർ സെൻസേഷൻസ് ആയി. അവിടെ സബ്ജക്റ്റ് മാറി കേട്ടോ. The brain governs our sensations, moods, thoughts and actions. Our sensations, moods, thoughts and actions are governed by the brain. അതിനെ നമ്മൾ റീഫ്രേസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക. ആൻസർ നിങ്ങൾ വായിക്കുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ PDF നിങ്ങൾ എല്ലാവരും വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇങ്ങനത്തെ ഗ്രാമർ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആ പാർട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് തന്നെ നോക്കണം കേട്ടോ. Read the following newspaper report and insert suitable preposition in the following and fill in the blanks. ഇപ്പൊ നമുക്ക് താഴെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ? ന്യൂസ് പേപ്പർ സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ വായിക്കാൻ മതി. World Heart Day walk organized. The Municipal Corporation in association dash Kerala Heart Care Society in Kozhikode dash Tuesday witnessed over 700 people participating dash the event. The answer ഇതൊക്കെയാട്ടോ. By, with, on, in. By, with, on, in. ഈ പ്രിപ്പോസിഷൻസ് ആണ് നമുക്ക് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഒന്ന് വായിക്കാം. World Heart Day walk organized by the Municipal Corporation in association with. അസോസിയേഷൻ എന്ന് കഴിഞ്ഞ് നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നത് അസോസിയേഷൻ വിത്ത് അല്ലെങ്കിൽ അസോസിയേഷൻ ടു എന്നാണ്. അപ്പൊ ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാ? അസോസിയേഷൻ വിത്ത് ആണ്. കേരള ഹാർട്ട് കെയർ സൊസൈറ്റി ഇൻ കോഴിക്കോട് ഓൺ ട്യൂസ്ഡേ. നമ്മൾ ഇവിടെ പറയുന്ന ഏതാ? ഒരു സ്ഥലം, ഒരു എന്താ ടൈം അല്ലെങ്കിൽ ഒരു ഡേ ആണ്. അപ്പൊ ഓൺ ആണ്. ഡേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ എന്താ പ്രൊഫൈൽ എഴുതുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡേറ്റ് തന്നിട്ട് അല്ലെങ്കിൽ ഡേറ്റ് തന്നിട്ട് നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ യൂസ് ചെയ്യേണ്ട പ്രൊപ്പോസിഷൻ ഏതാ? ഓൺ ആണ്. ഇവിടെ നമുക്ക് എന്താ ഡേറ്റ് അല്ല, ഡേ ആണ് തന്നിരിക്കുന്നത്. ഡേയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട പ്രൊപ്പോസിഷൻ ഏതാ? ഓൺ ആണ്. അപ്പൊ നമ്മൾ ബൈ വിത്ത് ഓൺ യൂസ് ചെയ്തു അല്ലെ? ട്യൂസ്ഡേ വിറ്റ്നസ്ഡ് ഓവർ 700 people participating in the event. അപ്പൊ നമ്മൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ബൈ, വിത്ത്, ഓൺ, ഇൻ എന്നിവയൊക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ ആൻസറും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിവിടെ വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ. For
കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഗ്രാമർ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ചാണ്, അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് റീസൺ എന്താ വെച്ചാല് ഇത് ഗ്രാമർ ആണ്. സോ നമുക്ക് എന്താ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഗ്രാമറിന് വരാം, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. The following passage contains 4 errors. താഴെ തന്നിട്ടുള്ള പാസേജിൽ ഒരു 4 എറർ ഉണ്ട്. ആ എറേഴ്സ് എന്താ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ പാസേജിനെ എഡിറ്റ് ചെയ്യണം. വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്താ, ഒരു എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആട്ടോ. എന്താ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള. സോ ഒരു പാസേജ് വായിച്ചാൽ അതിൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ അതിൽ എറേഴ്സ് എന്താന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 4 മാർക്ക് വാങ്ങിക്കാം കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ഒരുപാട് ഉണ്ടല്ലോ ഇങ്ങനത്തെ ഈ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ എന്താ നമ്മുടെ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു സെന്റൻസ് വായിച്ചാൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എഡിറ്റിംഗ് എന്തൊക്കെയാന്ന്, അതിലെ എറേഴ്സ് എന്തൊക്കെയാന്ന് നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. സോ ഒരു സെന്റൻസിന് വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ ടെൻസ് ഏതാ, അതിലെ നൗൺ ഏതാ, സബ്ജക്റ്റ് ഏതാ, വേർബ് ഏതാ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു പാസേജിന് വായിക്കാൻ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരിക്കും. എൻവയൺമെന്റ് മീൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എറർ എന്താ, എൻവയൺമെന്റ് മീൻ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എറർ. ദ സറൗണ്ടിങ് ഇൻ വിച്ച് വി ഓൾ live, it includes every form of living and non-living things at the Mother Earth. One of the major issues ഇവിടെ at the Mother Earth എന്നുള്ളത് എറർ ആട്ടോ. One of the major issues we face these days are എന്താണ്, is environmental pollution. Harmful pollutants contaminate the environment and pose serious threats in അടുത്ത error in biotic and abiotic factors. Environment means the surrounding in which we all live. It includes every form of living and non-living things at the Mother Earth. One of the major issues we face these days are environmental pollution. Harmful pollutants contaminates the environment and pose serious threats in biotic and abiotic factors. അപ്പൊ നമ്മൾ ഇതിലെ എറേഴ്സ് എന്താന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. മീൻ എന്താ, മീൻസ് ആവും. കാരണം ഈ നമുക്കിവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാ, പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് അധികം വരുന്നത് സിംഗുലർ സബ്ജക്റ്റുമാണ്. അപ്പൊ പ്രസന്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, വെർബിന്റെ V1 ഫോം ആണ് അല്ലെ. സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ പ്രസന്റ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, V1 അല്ലെ. അപ്പൊ ഇവിടെ നമ്മളുടെ സെന്റൻസ് ടെൻസ് എന്ന് പറയുന്നത് ഏതാ, നമ്മളുടെ ഈ ടെക്സ്റ്റിന്റെ അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ പാസേജിന്റെ ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ്. സോ നമുക്ക് ഏതാ വെർബിന്റെ V1 ഫോം ആണ് യൂസ് ചെയ്യുക. Environment means the surrounding in which we all live. It includes every form of living and non-living things on the Mother Earth. ഇവിടെ എന്താ പ്രിപ്പോസിഷനിലുള്ള എർത്ത് ആട്ടോ. അറ്റ് ദ മദർ എർത്ത് എന്താവും, ഓൺ ദ മദർ എർത്ത് ആയിട്ട് മാറും. One of the major issues we face these days are environmental pollution. Harmful pollutants contaminates the environment and pose various threats in. അവിടെയും പ്രിപ്പോസിഷനിലാട്ടോ ചേഞ്ച് വരുത്തണ്ടേ. ത്രെഡ്സ് ഇൻ എന്താവും, ത്രെഡ്സ് 2 ആവും. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോ ഒരുപാട് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ച് ബോറിംഗ് ആയി തോന്നുന്നുണ്ട് അല്ലേ. എനിക്കും ബോറിംഗ് ആവുന്നുണ്ട്, നിങ്ങൾക്കും ബോറിംഗ് ആവുന്നുണ്ട്. സോ നമുക്ക് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അടുത്തത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
അടുത്തതായിട്ട് എക്സാമിന് മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതെന്താ, ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിന്റെ 6 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പൊതുവെ എക്സാം പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ചാ? റോബർട്ട് ബാൾവിൻ അല്ലെ? റോബർട്ട് ബാൾവിന്റെ നമ്മുടെ ദ ഹവർ ഓഫ് ട്രൂത്തിലെ റോബർട്ട് ബാൾവിന്റെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ സുധാമൂർത്തിയുടെ ക്യാരക്ടർ സ്കെച്ച്, നോമിത, അജിത്, പിന്നെ ബാൾവിന്റെ വൈഫായിട്ടുള്ള മാർത്ത, അവരുടെ മകനായിട്ടുള്ള ജോൺ, പിന്നെ ബാൾവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജോൺ ഗ്രഷം. ഇത്രയും പേരുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ ഓണം എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. ആരുടെയൊക്കെയാ? റോബർട്ട് ബാൾവിൻ, മാർത്ത, ജോൺ ഗ്രഷം, പിന്നെ എന്താ ജോൺ ബാൾവിൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അജിത്ത്, നോമിത. ഇത്രയും പേരുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ ഓണം എക്സാമിന് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം പോവാൻ. അപ്പൊ നമുക്ക് റോബർട്ട് ബാൾവിന്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ഷുവർ റോബർട്ട് ബാൾവിൻ, സോറി ഷുവർ ഇല്ല കേട്ടോ. അത് എഴുതിയപ്പോ വന്ന മിസ്റ്റേക്ക് ആട്ടോ. Robert Baldwin, the central character in the play The Hour of Truth by Percival Wilde, never compromised with the corrupted. He is very particular about going to his grave clean. His uncompromising stand towards truth and honesty marks the difference. He lives with his wife Martha, son John and daughter Evie. He was working in the bank as the secretary of John Gresham. Due to the financial misappropriation, the bank collapses and Gresham gets arrested. Baldwin rejects the bribe money offered by Gresham to support him during the trial in the court. He values his principles more than his friendship with Gresham. He is an official with vision and passion. Despite the pressure from the members of his family, he remains firm in his stand. The integrity of Baldwin is rewarded when he is offered a new job in a bigger bank. അപ്പൊ നമുക്ക് ഫസ്റ്റ് റോബർട്ട് ബാൾവിന്റെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ റെസ്റ്റ് ആയിട്ടുള്ള ബാക്കിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ റോബർട്ട് ബാൾവിൻ നമ്മുടെ ദ ഹവർ ഓഫ് ട്രൂത്ത് അല്ലെ, ആരെഴുതിയിട്ടുള്ള? പെർസിവൽ വൈൽഡ് എഴുതിയിട്ടുള്ള ഹവർ ഓഫ് ട്രൂത്തിലെ സെൻട്രൽ ക്യാരക്ടർ ആണ് ആര്? റോബർട്ട് ബാൾവിൻ. റോബർട്ട് ബാൾവിൻ ഒരു ബാങ്കിലെ വർക്കറാണ്. ഹീസ് വർക്കിംഗ് അറ്റ് എ ബാങ്ക്. അദ്ദേഹത്തിന്റെ ബോസ് ആരാ? ജോൺ ഗ്രഷാം. ജോൺ ഗ്രഷാം ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ട്, അതായത് ഹാൻഡ്ലിങ് ചെയ്യുന്നോണ്ട് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷനിലും തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള, അതായത് തന്റെ ബോസ് അവിടെ നിൽക്കാതെ എന്താ തന്റെ വെർച്യൂസിനെയും മോറൽ വാല്യൂസിനും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ റോബർട്ട് ബാൾവിൻ. വളരെ എന്താ, ഹീസ് എ മാൻ ഓഫ് ട്രൂത്ത് എന്നൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനാണ് നമ്മുടെ റോബർട്ട് ബാൾവിൻ. ഒരു അതുപോലെ തന്നെ തന്റെ മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയും വാല്യൂസിനെയൊക്കെ ആർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും എന്താ എവിടെയും കളഞ്ഞു പോവാത്ത ഒരാളാണ്. തന്റെ മോറൽ വാല്യൂസ് എപ്പോഴും തനിക്കൊപ്പം വേണം. തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് റോബർട്ട് ബാൾവിനെ നമ്മുടെ പെർസിവൽ വൈൽഡ് ഹവർ ഓഫ് ട്രൂത്തിൽ പ്രസന്റ് ചെയ്യുന്നത്. ഹവർ ഓഫ് ട്രൂത്ത് എന്താ, ഒരു 1 ആക്ട് പ്ലേ ആണ് അല്ലെ, അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു 1 ആക്ട് പ്ലേ ആണ് ഹവർ ഓഫ് ട്രൂത്ത്. നമുക്ക് ഡിസ്കസ് നോക്കാം. Robert Baldwin, the central character in the play The Hour of Truth by Percival Wilde. Percival Wilde എഴുതിയിട്ടുള്ള 1 ആക്ട് പ്ലേ ആയിട്ടുള്ള The Hour of Truthലെ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് റോബർട്ട് ബാൾവിൻ. നെവർ കോംപ്രമൈസ്ഡ് വിത്ത് ദ കറപ്റ്റഡ്. ഒരിക്കലും തെറ്റുകളെ ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ഉണ്ടാവുന്ന തെറ്റുകളെ ഒരിക്കലും അംഗീകരിക്കാത്ത, അതായത് തെറ്റുകൾക്ക് പിന്നാലെ പോവാത്ത ഒരാളാണ്. കറപ്ഷൻ മീൻസ് എന്താ, തെറ്റുകളാണ്. തെറ്റുകൾക്ക് പിന്നാലെ പോവാത്ത ഒരാളാണ് നമ്മുടെ റോബർട്ട് ബാൾവിൻ. ഹി ഈസ് വെരി പെർട്ടിക്കുലർ അബൌട്ട് ഗോയിങ് ടു ഹിസ് ഗ്രേവ് ക്ലീൻ. അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ വളരെ ഉറപ്പുണ്ട്. അദ്ദേഹം മരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലീൻ ആവും.
അതായത് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് വേണം അദ്ദേഹത്തിന് മരിക്കാൻ. തന്റെ കുഴിമാടത്തിൽ വളരെ സത്യസന്ധമായിട്ട് ജീവിച്ചതിന്റെ പ്രൂഫ് മാത്രം അദ്ദേഹത്തിന് മതി. വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഗ്രേവിലേക്ക്, ശവക്കല്ലറയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന, അതായത് ലൈഫിൽ നന്മകളും സത്യവും മാത്രം ചെയ്ത് തന്റെ വെർച്യൂസിനെയും മോറൽ വാല്യൂസിനെയും ആർക്കു മുന്നിലും കളഞ്ഞു കുടിക്കാത്ത ഒരാളായിട്ട് വേണം അദ്ദേഹത്തിന് മരിക്കാൻ. His uncompromising stand towards truth and honesty makes the difference. അദ്ദേഹം ട്രൂത്തിന് മുന്നിലും ഹോണസ്റ്റി, അദ്ദേഹത്തിന്റെ ട്രൂത്തും ഹോണസ്റ്റിയും കളഞ്ഞിട്ട് അദ്ദേഹം ഒന്നിനു മുന്നിലും പിടിച്ചു നിൽക്കില്ല. തനിക്ക് വരുന്ന എന്ത് നേട്ടമായിക്കോട്ടെ അതിനു മുന്നിൽ തന്റെ ട്രൂത്തിനെയോ ഹോണസ്റ്റിയെയോ നഷ്ടപ്പെടുത്താൻ അദ്ദേഹം റെഡിയല്ല. അതായത് സത്യത്തെയും ഹോണസ്റ്റിയെയും കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ലൈഫിൽ ഒന്നും നേടണ്ട. അത്രയും ട്രൂത്ത്, മാൻ ഓഫ് ട്രൂത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ റോബർട്ട് ബാൾവിൻ. നമുക്ക് അദ്ദേഹത്തെ മാൻ ഓഫ് ട്രൂത്ത് എന്ന് അഡ്രസ് ചെയ്യാം കേട്ടോ. He lives with his wife Martha, son John and daughter Evie. ഇയാൾക്ക് ആരുടെ കൂടെ ഇയാൾ ജീവിക്കുന്നത്? നമ്മൾ വായിച്ചല്ലോ അല്ലെ. റോബർട്ട് ബാൾവിന് ഒരു വൈഫ് ഉണ്ട് മാർത്ത, അതുപോലെ ഒരു ഡോട്ടർ ഉണ്ട് ഈവി, അതുപോലെ തന്നെ ഒരു മകനുണ്ട് ജോൺ. അപ്പൊ റോബർട്ട് ബാൾവിന്റെ ഫാമിലി മെമ്പേഴ്സ് ആരാ? മാർത്ത, ജോൺ, ഈവി. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു ഫാമിലിയിലെ മെമ്പറാണ് നമ്മുടെ റോബർട്ട് ബാൾവിൻ. He was working in a bank as the secretary of John Gresham. ഒരു ബാങ്കിലാണ് നമ്മുടെ റോബർട്ട് ബാൾവിൻ വർക്ക് ചെയ്യുന്നത്. ആരായിട്ടാ? ജോൺ ഗ്രഷാം എന്ന ബാങ്കറുടെ സെക്രട്ടറി ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? റോബർട്ട് ബാൾവിൻ വർക്ക് ചെയ്യുന്നത്. Due to the financial misappropriation, the bank collapses and Gresham gets arrested. പൈസ മിസ്ഹാൻഡ്ലിങ് ചെയ്തുകൊണ്ട്, അതായത് ബാങ്കിൽ പൈസ അട്ടിമറിച്ചതുകൊണ്ട് തന്നെ ആരാ അറസ്റ്റ് ആയത്? ഗ്രഷാം അറസ്റ്റായി. ഗ്രഷാമിനെ അറസ്റ്റായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാങ്ക് കൊളാപ്സ് ആയി, തകർന്നു. ബാങ്കിൽ മണി മിസ്ഹാൻഡ്ലിങ് ചെയ്തുകൊണ്ട് ഗ്രഷാമിന്റെ ബാങ്ക് കൊളാപ്സ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റും ചെയ്തു. Baldwin rejects the bribe money offered by Greshams to support him during the trial in the court. അതായത് എന്താന്ന് വെച്ചാൽ നമ്മൾ കണ്ടല്ലോ, അറസ്റ്റ് ചെയ്തതിനു ശേഷം ട്രയൽ അറ്റൻഡ് ചെയ്യണം. കോർട്ടിലെ ട്രയൽ അറ്റൻഡ് ചെയ്യുന്ന ടൈമില് തനിക്ക് തനിക്ക് നല്ലത് വരുത്തുന്ന രീതിയിൽ, അതായത് തനിക്കെതിരെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രഷാം ബാൾവിന്റെ കയ്യിൽ പൈസ കൊടുക്കുന്നുണ്ട്. എത്ര? $100,000 എങ്ങാനോ ബാൾവിന് ഗ്രഷാം ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ടൈമിലും ബാൾവിൻ ഈ പൈസയ്ക്ക് മുന്നിലും തന്റെ ട്രൂത്തിനെ ബലി കൊടുക്കാൻ, അല്ലെങ്കിൽ ട്രൂത്ത് കളയാൻ അദ്ദേഹം റെഡി ആയിരുന്നില്ല. സത്യത്തെ വെടിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പൈസയും വേണ്ട എന്നുള്ള സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ബാൾവിൻ ചെയ്യുന്നത്? ആ പൈസ, ബ്രൈബായിട്ടുള്ള ആ പൈസ കൊടുക്കാതെ, ബ്രൈബ് മീൻസ് കൈക്കൂലി, ആ കൈക്കൂലി കൊടുക്കാതെ അദ്ദേഹം കോടതിയിൽ ഗ്രഷാമിനെതിരായിട്ട് തന്നെ സത്യങ്ങൾ മാത്രമാണ് ലൈഫ് ലോങ് ആയിട്ട് റോബർട്ട് ബാൾവിൻ പറയുന്നത്. He values his principle more than his friendship with Gresham. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഗ്രഷാം ഇയാൾക്ക് ബ്രൈബായിട്ട് ഇത്ര ക്യാഷ് കൊടുക്കുന്നു, നീ എനിക്കെതിരെ ഒന്നും പറയരുത്, അല്ലെങ്കിൽ കോർട്ടിൽ ട്രയൽ നടക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഗ്രഷാം പൈസ കൊടുക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ അദ്ദേഹം അത് റിജക്ട് ചെയ്യുക. അതിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? തന്റെ ട്രൂത്തിനെയും പേഴ്സണാലിറ്റിയെയും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്തിനാ? ജീവിതത്തിലെ സത്യങ്ങൾക്കും വെർച്യൂസ് ആയിട്ടുള്ള മോറൽ വാല്യൂസിനുമാണ് അദ്ദേഹം വാല്യൂ കൊടുക്കുന്നത്. ഹി ഈസ് ആൻ ഒഫീഷ്യൽ വിത്ത് വിഷൻ ആൻഡ് പാഷൻ. നല്ല കാഴ്ചപ്പാടുകളും പാഷനും ഉള്ള ഒരു ഒഫീഷ്യലാണ് നമ്മുടെ റോബർട്ട് ബാൾവിൻ. Despite the pressure from the members of his family, he remains firm in his stand. ഫാമിലിയിൽ നിന്ന് അദ്ദേഹത്തോട് ഒരുപാട് പറയുന്നുണ്ട് ഗ്രഷാമിനെ സപ്പോർട്ട് ചെയ്യാൻ, എന്നാലും അദ്ദേഹം അതിന് റെഡി ആവാത്ത, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനാണ് ബാൾവിൻ ശ്രമിക്കുന്നത്. The integrity of Baldwin is rewarded when he is offered a new job in bigger brands. അതായത് നമ്മുടെ ബാൾവിൻ ഇന്റഗ്രൽ ആണ്, വളരെ എവിടെയും ചേഞ്ച്, ഡൈനാമിക് അല്ലാതെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. കാരണം തന്റെ മോറൽ ആയിട്ടുള്ള ട്രൂത്തിനെയും മോറൽ വാല്യൂസിനെയും ട്രൂത്തിനെയൊന്നും ഒന്നിനു മുന്നിലും ബലി കൊടുക്കാൻ അദ്ദേഹം അദ്ദേഹത്തെ റിവാർഡ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്ക് ദൈവം റിവാർഡ് ചെയ്തു. എന്താ റിവാർഡ്? അദ്ദേഹത്തിന് നല്ലൊരു ജോബ് മറ്റൊരു ബാങ്കിൽ കിട്ടി.
അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെയും ഭാഗമായിട്ട് അദ്ദേഹത്തിന് നല്ല ജോബ് കിട്ടി. നമുക്ക് റോബർട്ട് ബാൾവിന്റെ ക്യാരക്ടർ. റോബർട്ട് ബാൾവിൻ, the central character in the house by person, never compromised with He is very particular about going to his grave clean. His compromising stance towards truth and honesty marks the difference. He lives with his wife Martha, son John, and daughter Evie. He was working in a bank as the secretary of John Gresham. Due to the financial misappropriation, the bank collapses and Gresham gets arrested. Baldwin rejects the bribe money offered by Gresham to support him during the trial in the court. He values his principle more than his friendship with Gresham. He is an official with vision and passion. Despite the pressure from the members of his family, he remains firm in his stand. The integrity of Baldwin is rewarded when he is offered a job in a bigger bank. ഇത്രയാണ് നമുക്ക് റോബർട്ട് ബാൾവിന്റെ ക്യാരക്ടർ സ്കെച്ച്. ഇനി നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ്, പിന്നെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള വേറെ കുറച്ച് ക്യാരക്ടർ സ്കെച്ചും അതുപോലെ തന്നെ സെമിനാർ റിപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. പാനൽ ഡിസ്കഷൻ, ലെക്ചർ, ഈ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ.